ഇന്ന് പേജ് നമ്പർ 74 പ്രോബ്ലംസാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് പ്രോബ്ലം, ഫൈൻഡ് ദി ഏരിയ ഇൻ സ്ക്വയർ മീറ്റേഴ്സ് ഓഫ് എ റെക്റ്റാങ്കിൾ ഓഫ് ലെങ്ത് 6.25 മീറ്റേഴ്സ് ആൻഡ് വിഡ്ത്ത് 4.2 മീറ്റേഴ്സ്. 6.25 മീറ്റർ നീളവും 4.2 മീറ്റർ വീതിയുമുള്ള ചതുരത്തിൻ്റെ ഏരിയ പരപ്പളവ് എത്ര സ്ക്വയർ മീറ്ററാണ്? അപ്പോൾ നമുക്ക് ആൻസർ ചെയ്യാം. അപ്പോൾ സ്റ്റെപ്പ് എങ്ങനെ എഴുതാം? ലെങ്ത് ഈക്വൽ 6.25 മീറ്റർ, വിഡ്ത്ത് ഈക്വൽ 4.2 മീറ്റർ. ഏരിയ, ഇപ്പം റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എങ്ങനെ കാണും? ലെങ്ത് ഇൻറ്റു വിഡ്ത്ത്. അപ്പോൾ ലെങ്ത്ത് നമുക്കറിയാം 6.25 ഇൻറ്റു വിഡ്ത്ത് എത്രയാണ്? 4.2. ഇനി ഡെസിമൽ മാറ്റി അത് ഫ്രാക്ഷൻ ആക്കാം. അപ്പോൾ 625 എന്ന് എഴുതുക, ഡിവൈഡഡ് ബൈ 1 ഇട്ടിട്ട് പോയിൻ്റ് കഴിഞ്ഞ് എത്ര ഡിജിറ്റാണ്? 2 അല്ലേ? അപ്പോൾ 20 ഇടാം. അതുപോലെ 4.2 എന്നുള്ളത് 42 എഴുതണം. എന്നിട്ട് 1 ഇട്ടിട്ട് പോയിൻ്റ് കഴിഞ്ഞിട്ട് ഒരു ഡിജിറ്റ് അല്ലേ? അപ്പോൾ ഒരു 0 ഇടാം. ഇനി 625 ഇൻറ്റു 42 ഡിവൈഡഡ് ബൈ 110ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്രയാണ്? 1 ഇൻറ്റു 1 1, ഇവിടെ 20, ഇവിടെ 10, അപ്പം മൊത്തം 30 ഇടാം അല്ലേ? ഇനി 625ഉം 42ഉം കൂടി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 5 2s are 10, balance 1, 2 2s are 4 plus 1 5, 6 2s are 12, 5 4s are 20, balance 2, 4 2s are 8 plus 2 10, 10ന് 0 എഴുതിയിട്ട് ബാലൻസ് 1, 6 4s are 24 plus 1 25. ആൻസർ എത്രയാണ്? 26,250 എന്ന് കിട്ടും. 26,250 ഡിവൈഡഡ് ബൈ 1000. ഇവിടെ നോക്കൂ, ഈ 26,250 നമുക്ക് അങ്ങനെ എഴുതാം. താഴെ 1000ൽ എത്ര 0 ഉണ്ട്? 3 zeros അല്ലേ? അപ്പോൾ 3 ഡിജിറ്റ് റൈറ്റിൽ നിന്ന് എണ്ണിയിട്ട് നമുക്ക് പോയിന്റ് ഇടാം. 1 2 3. ഇപ്പോൾ ഇവിടെ അപ്പോൾ 26.250 സ്ക്വയർ മീറ്റർ അല്ലെങ്കിൽ മീറ്റർ സ്ക്വയർ. Second question, the weight of 1 milliliter of coconut oil is 0.91 grams. What is the weight of 10.5 milliliters of coconut oil? 1 മില്ലിലിറ്റർ വെളിച്ചെണ്ണയുടെ ഭാരം 0.91 ഗ്രാം ആണ്. 10.5 മില്ലിലിറ്റർ വെളിച്ചെണ്ണയുടെ ഭാരം എത്ര ഗ്രാം ആണ്? അപ്പോൾ ആൻസർ ചെയ്യാം. Answer, weight of 1 milliliter of coconut oil equal 0.91 gram. Weight of 10.5 milliliter of coconut oil equal 10.5 into 0.91. അപ്പോൾ ഇതിൻ്റെ ഡെസിമൽ മാറ്റി ഫ്രാക്ഷൻ എഴുതുമ്പോൾ 105 ഡിവൈഡഡ് ബൈ 1 എഴുതിയിട്ട് ഇവിടെ പോയിൻ്റ് കഴിഞ്ഞ് ഒരു ഡിജിറ്റ് അല്ലേ? അപ്പോൾ ഒരു 0 10. ഇവിടെ 91 ഡിവൈഡഡ് ബൈ 1 ഇട്ടിട്ട് പോയിൻ്റ് കഴിഞ്ഞ് 2 ഡിജിറ്റ്സ് ആണല്ലോ, അപ്പോൾ 20. ഇനി 105 ഇൻറ്റു 91 ഡിവൈഡഡ് ബൈ ഇവിടെ 1 ഇൻറ്റു 1 1, ഇവിടെ എത്ര സീറോസ് ഉണ്ട്? ഇവിടെ 1, ഇവിടെ 2, അപ്പം മൊത്തം 3 zeros, 1000. ഇനി 105ഉം 91ഉം മൾട്ടിപ്ലൈ ചെയ്യാം. 1 5 is 5, 1 0 is 0, 1
9 5s are 45. 9. അപ്പോൾ 9555 എന്ന് കിട്ടും അല്ലേ. 9555 ഡിവൈഡഡ് ബൈ 1000. അപ്പോൾ നമുക്ക് ആൻസർ എത്രയാണ്? ഇവിടെ 955 എഴുതി. ഇനി ഇവിടെ നോക്കൂ, ഇതിനെ ഡെസിമൽ ആക്കാനായിട്ട് താഴെ എത്ര സീറോ ഉണ്ട്? 1000ന് 3 സീറോ. അപ്പോൾ 3 ഡിജിറ്റ്സ് നമ്മൾ നീക്കി ഒരു പോയിന്റ് ഇടണം. റൈറ്റിൽ നിന്നാണ് എണ്ണേണ്ടത്. 1 2 3. അപ്പോൾ 9.555 എത്രയാണ്? ഗ്രാം. Third question. The price of 1 liter of petrol is 110.12 rupees. What is the price of 2.5 liters of petrol? 1 ലിറ്റർ പെട്രോളിൻ്റെ വില 110.12 രൂപയാണ്. 2.5 ലിറ്റർ പെട്രോളിൻ്റെ വില എത്രയാണ്? നമുക്ക് സ്റ്റെപ്പ് എങ്ങനെയാണ് എഴുതുന്നത് നോക്കാം. അപ്പോൾ ലാസ്റ്റ് പ്രോബ്ലം സ്റ്റെപ്പ് എങ്ങനെ എഴുതാം? പ്രൈസ് ഓഫ് 1 liter of petrol equal 110.12 rupees. Price of 2.5 liters of petrol. 2.5 into 110.12. അപ്പോൾ ഈ ഡെസിമലിനെ ഫ്രാക്ഷൻ ആക്കുമ്പോൾ 25 ഡിവൈഡഡ് ബൈ 1 ഇട്ടിട്ട് ഇവിടെ പോയിൻ്റ് കഴിഞ്ഞ് ഒരു ഡിജിറ്റ് ആണല്ലോ, അപ്പോൾ ഒരു സീറോ. ഇത് 11,012 എന്ന് എഴുതിയിട്ട് താഴെ പോയിൻ്റ് കഴിഞ്ഞിട്ട് 2 ഡിജിറ്റ് ആയതുകൊണ്ട് 20 ഇടാം. ഇനി 25 ഇൻറ്റു 11,012 ഡിവൈഡഡ് ബൈ താഴെ 1000. ഇവിടെ 1 സീറോ, ഇവിടെ 2 സീറോ, അപ്പം മൊത്തം 3 സീറോ. ഇനി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 11,012 ഇൻറ്റു 25. 5 2s are 10, balance 1. 1 5 is 5 plus 1 6. 5 into 0 0. 1 5 is 5. 1 5 is 5. 2 2s are 4. 1 2 is 2. 2 into 0 0. 1 2 is 2. 1 2 is 2. ഇനി ഇത് ആഡ് ചെയ്യുമ്പോൾ നിങ്ങളിത് ചെയ്ത് നോക്കുക. അപ്പോൾ എത്ര കിട്ടും? 2,75,300 ഡിവൈഡഡ് ബൈ 1000. അപ്പോൾ നമുക്കിതിങ്ങനെ എഴുതാം. 2,75,300 എന്നിട്ട് താഴെ 3 സീറോ ആണല്ലോ, അപ്പോൾ 3 ഡിജിറ്റ് നോക്കുക. 1 2 3 ഇവിടെ പോയിൻ്റ് ഇടാം. അപ്പോൾ ആൻസർ 275.300 rupees. ഓക്കെ, ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. ക്ലാസ് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.